രാഹുൽ ഗാന്ധി ഇരുന്നു ഉറങ്ങുന്നു, ഇടയ്ക്ക് കണ്ടില്ലേ ഉറങ്ങിക്കൊണ്ടിരുന്നു. ശരി, മനുഷ്യന് ചിലപ്പോൾ ഉറക്കം വന്നു പോകും. ബട്ട് അത് കൂടെ ഇരിക്കുന്നവരൊന്ന് തോണ്ടുവപ്പിച്ച് ചെയ്ത് ഇങ്ങനെ എണീപ്പിക്കണ്ടേ? അതുമില്ല. കാരണം രാഹുൽ ഗാന്ധിയെ ആരെണീപ്പിക്കും? പ്രജാപതിയാണ്, തൊടാൻ പറ്റില്ല ആർക്കും. എത്രയോ പേര് ഉറക്കിച്ചിരിക്കുന്നു, എന്നിട്ടും രാഹുൽ ഗാന്ധി എണീക്കുന്നില്ല. ഒരുപക്ഷെ രാത്രി താമസിച്ച് കിടന്ന് നോക്കിയായിരിക്കും. നമ്മളൊക്കെ ഉറങ്ങിപ്പോകുന്നു ചിലപ്പോൾ. ഈ വലിയ പ്രസംഗം ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ മനുഷ്യൻ എന്താ ചെയ്യുക? ഉറങ്ങിപ്പോകും. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത്. പക്ഷേ ഇതൊന്നും അല്ല അവിടെ നടക്കേണ്ടത്. ഞാൻ ഉറങ്ങിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഭരണഘടനാ ചർച്ച ഒഴിച്ച് ബാക്കി എല്ലാ ചർച്ചയും അവിടെ നടന്നു. സാവർക്കറെ കുറ്റം പറയുന്നു. സാവർക്കർക്ക് ഭരണഘടനയിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഒരിക്കലും MP ആയിരുന്നില്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മെമ്പർ ആയിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. ഇവരുടെ ആരുടെയും കുറുകെ സാവർക്കർ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് സാവർക്കറെ കുറ്റം പറയുന്നത് ഭരണഘടനയുടെ പേരിൽ? ഹി ഹാസ് നോട്ട് എനി. ഈ സാവർക്കറിൽ വേറൊരു വ്യക്തിയായിരുന്നു, വേറൊരു തലത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഭരണഘടനാ സഭ കൂടുമ്പോൾ സാവർക്കർക്ക് കോൺട്രിബ്യൂഷൻ, അദ്ദേഹം അതിൽ മെമ്പറായിരുന്നില്ല. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് വെച്ച് ഭരണഘടനാ സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിവധം നടക്കുക. അതിന് സാവർക്കറെ പിടിച്ചകത്തിട്ടു 1 വർഷം. അത് കഴിഞ്ഞ് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സാവർക്കറെ പുറത്തിറക്കി.